വെൽക്കം ബാക്ക് ഗൈസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സ്ക്വാഡിൽ ആരൊക്കെയായിരിക്കും ഇടം പിടിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയായിരുന്നു. എന്തായാലും ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് എന്നുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറച്ച് ലേറ്റായി പോയി ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ക്വാഡിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഷമിയുടെ കമ്പാക്കാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഷമി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുന്നു. ഷമിയുടെ ഫിറ്റ്നസ് എത്രത്തോളമാണെന്ന് ഈ ഒരു സീരീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. T20 സീരീസിന് മാത്രമുള്ള സ്ക്വാഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസ് കൊണ്ട് എത്രത്തോളം അദ്ദേഹം ഫിറ്റായിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ, അതായത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് ഷമി എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അറിയാൻ വേണ്ടി തന്നെയാണ് ഷമിയെ ഈ ഒരു സീരീസിൽ കൊണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധ്രുവ് ജുറലാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ളത്. നമുക്ക് സ്ക്വാഡിലേക്ക് ഒന്ന് പോവാം. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയ്, വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് ധ്രുവ് ജുറൽ. അപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജുറലിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓപ്പണിംഗ് സൈഡിൽ എന്തായാലും ഈ ഒരു സ്ക്വാഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഞ്ജു സാംസണും അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പണിങ് വരിക. എന്തായാലും ടെസ്റ്റ് സ്ക്വാഡിലുണ്ടായിരുന്ന എല്ലാ താരങ്ങളൊന്നും ടീമിലേക്കില്ല. എല്ലാ താരങ്ങളും നല്ല താരങ്ങളെ ഇല്ലെന്ന് പറയാം. ആകെ കൂടി ഹർഷിത് റാണയുണ്ട്, അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്. വേറെ ആരും ടെസ്റ്റ് ടീമിലെ ആരും തന്നെ വേറെ ഈ വാഷിംഗ്ടൺ സുന്ദറുണ്ട്. സോ ടെസ്റ്റ് ടീമിലെ വേറെ ആരും തന്നെ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല. അവർക്കെല്ലാം റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് T20 സീരീസ് എന്താകുമെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും വൈസ് ക്യാപ്റ്റൻസി അക്സർ പട്ടേലിനാണ് കൊടുത്ത്. നമ്പർ ഓഫ് മാച്ചസ് പ്ലേഡ് ആയിരിക്കണം അങ്ങനൊരു വൈസ് ക്യാപ്റ്റൻസി അക്സർ പട്ടേലിന് കൊടുക്കാൻ കാരണമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൈസ്.